ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് പൊതുവായി ചൊല്ലുന്ന ഒരു സ്തോത്രമാണ് ഗീതാധ്യാന സ്തോത്രം. 9 ശ്ലോകങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ സ്തോത്രം ഭഗവത്ഗീതയിലേക്കൊരു പ്രവേശികയാണ്. ഭഗവത്ഗീത എന്താണെന്നും എന്തിനു വേണ്ടിയാണെന്നും വ്യക്തമായ ഒരു ധാരണ ശിഷ്യന് വരച്ചു കൊടുക്കുകയാണ് ഈ സ്തോത്രം ചെയ്യുന്നത്. ഏതൊരു ശാസ്ത്രവും പഠിക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് ഒരു ധാരണ ആ വിദ്യാർത്ഥിക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ വേണ്ട ശ്രദ്ധയോടുകൂടി പഠിക്കാനും വേണ്ട വിധത്തിൽ അതിൻ്റെ സാരത്തെ ഗ്രഹിക്കാനും ആ വിദ്യാർത്ഥിക്ക് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഭഗവത്ഗീത പഠിക്കുന്നതിന് മുമ്പ് ഈ സ്തോത്രം ജപിക്കുന്നത്. ഭാരതത്തിൽ വളരെയധികം പ്രചാരം ലഭിച്ചിട്ടുള്ള ഒരു കൃതിയാണെങ്കിലും ഇത് രചിച്ചതാരാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. ഇതിലെവിടെയും ഇതിൻ്റെ രചയിതാവിൻ്റെ പേര് വ്യക്തമാക്കിയിട്ടില്ല. മറ്റു പ്രമാണങ്ങളും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് രചിച്ചത് ആരാണെന്ന് ആർക്കും അറിയില്ല. എന്നിരുന്നാലും ചില അഭിപ്രായങ്ങളൊക്കെ പണ്ഡിതന്മാർക്കുണ്ട്. ചിലര് മധുസൂദന സരസ്വതിയാണ് ഇത് രചിച്ചതെന്ന് പറയുന്നു. മറ്റു ചിലര് ശ്രീധരസ്വാമികളാണ് ഇത് രചിച്ചത് എന്ന് പറയുന്നു. ഇങ്ങനെ ചില അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ വ്യക്തമായ ഒരു ഉത്തരം ആർക്കുമില്ല. എന്നിരുന്നാലും ഒരു മഹാജ്ഞാനിയാണ് ഇത് രചിച്ച വ്യക്തി എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തെന്നാൽ ഭഗവത്ഗീതയെ നന്നായി മനസ്സിലാക്കിയ ഒരു മഹാത്മാവിന് മാത്രമേ ഇത്രയും നന്നായി ഒരു സ്തോത്രം രചിക്കാൻ സാധിക്കൂ. അപ്പോൾ ആ മഹാത്മാവിനെ ഒന്ന് നമിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ 9 ശ്ലോകങ്ങളെ നമുക്ക് നന്നായി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഗീതയുടെ സാരം എന്താണെന്ന് ഗ്രഹിക്കാൻ, ഗീത എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ ഇത് നമ്മെ പ്രാപ്തമാക്കും. ഇതിലെ ആദ്യത്തെ ശ്ലോകം ഇതാണ്: ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാ പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. ഭഗവദ്ഗീതേ, അമ്മയെ വിളിക്കുകയാണ്, സംബോധന ചെയ്യുകയാണ്. എന്നിട്ട് പറയുന്നു പാർത്ഥായ പ്രതിബോധിതാം. ഭഗവദ്ഗീത പറയപ്പെട്ടത് പാർത്ഥന് വേണ്ടിയാണ്. പൃഥയുടെ മകനായ വില്ലാളി വീരനായ അർജുനന് വേണ്ടിയാണ് ഈ ഭഗവദ്ഗീത ഉപദേശിക്കപ്പെട്ടത്. ആരാണിത് ഉപദേശിച്ചത്? പറയുന്നു ഭഗവതാ നാരായണേന സ്വയം. സാക്ഷാത് നാരായണൻ തന്നെയാണ് ഈ ഗീതയെ ലോകത്തിൽ ആദ്യമായി വ്യക്തമാക്കിയത്. അപ്പോൾ പാർത്ഥന് വേണ്ടി ഭഗവാൻ നാരായണൻ തന്നെ ഉപദേശിച്ച ദിവ്യമായ ഗ്രന്ഥമാണ് ഭഗവത്ഗീത. വ്യാസേന ഗ്രഥിതാം പുരാണമുനിന. പുരാണമുനിയായ വ്യാസരാണ് ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. പുരാണമുനി എന്ന് പറയുമ്പോൾ വളരെ പണ്ട് മുതലേ ഉള്ള മുനി എന്നർത്ഥം, പുരാണ കർത്താവായ മുനി എന്നർത്ഥം, പുരാണങ്ങളിൽ ഒരു സ്ഥിര സാന്നിധ്യമായ മുനി എന്ന അർത്ഥത്തിൽ ഇങ്ങനെ പല രീതിയിൽ പുരാണമുനിയാണ് വ്യാസര്. ആ വേദവ്യാസരാണ് ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. എവിടെയാണ് അദ്ദേഹം ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്? മറുപടിയായി പറയുന്നു മധ്യേ മഹാഭാരതം. മഹാഭാരതത്തിൻ്റെ ഉള്ളിലാണ് ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അപ്പോൾ സാക്ഷാത് നാരായണനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് ഇത് ഉപദേശിച്ചത്. ഇതാദ്യമായി ശ്രവിച്ചത് വില്ലാളി വീരനായ അർജുനനാണ്. ആ ഉപദേശത്തെ രേഖപ്പെടുത്തി വെച്ചത് വേദവ്യാസരാണ്. തൻ്റെ മഹാഭാരതം എന്ന ഗ്രന്ഥത്തിൻ്റെ ഉള്ളിലാണ് അദ്ദേഹം അത് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ഗീതയെക്കുറിച്ചുള്ള ഒരു ധാരണ നമുക്ക് തരികയാണ് ഈ ശ്ലോകം. തുടർന്ന് പറയുന്നു അദ്വൈതാമൃത വർഷിണീം. ഭഗവത്ഗീത അദ്വൈതമാകുന്ന അമൃതത്തെ വർഷിക്കുന്നവളാണ്. ദ്വൈതം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നിൽ നിന്ന് അന്യമായത് എന്ന ബോധം, രണ്ടുണ്ടെന്ന ബോധം. ഈ ബോധത്തിൽ നിന്നാണ് സുഖവും ദുഃഖവും തുടങ്ങിയ എല്ലാ ദ്വന്ദ്വങ്ങളും ഉണ്ടാകുന്നത്. ഇതിൽ നിന്നും മോചനം ലഭിക്കണമെങ്കിൽ അദ്വൈതമാകുന്ന ബോധം സിദ്ധിക്കണം. സച്ചിദാനന്ദമായ പരബ്രഹ്മം ഒന്ന് മാത്രമേ ഉള്ളൂ, അതിൽ നിന്ന് അന്യമായി ഇവിടെ ഒന്നുമില്ല, ഞാൻ അത് തന്നെയാകുന്നു എന്ന അദ്വൈത ബോധം സിദ്ധിച്ചാൽ മാത്രമേ ഈ ദ്വന്ദ്വത്തിൽ നിന്നുമുള്ള മോചനമുള്ളൂ. ആ അദ്വൈത ബോധത്തെയാണ് ഭഗവത്ഗീത പ്രദാനം ചെയ്യുന്നത്. അദ്വൈതാമൃത വർഷിണീം എന്നാണ് വിളിക്കുന്നത്. അദ്വൈതമാകുന്ന അമൃതം.
അദ്വൈതമാകുന്ന ബോധം സിദ്ധിച്ചാൽ പിന്നെ ജനന മരണ ചക്രത്തിലേക്ക് പ്രവേശമില്ല. അതുകൊണ്ട് മരണം തന്നെ ഇല്ലാതെയായി. അതുകൊണ്ട് അത് അമൃതസ്വരൂപമാണ്. അപ്പൊ അദ്വൈതമാകുന്ന അമൃതത്തെ വർഷിക്കുന്നവളാണ് ഭഗവത്ഗീത. ഭഗവതി, ഭഗയുള്ളവളാണ് ഭഗവത്ഗീത. ഭഗ എന്ന് പറഞ്ഞാൽ 6 ഗുണങ്ങളാണ്. ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം. ഈ 6 ഗുണങ്ങളും ഉള്ള ഭഗവതി, ഈ 6 ഗുണങ്ങളെയും പ്രദാനം ചെയ്യുന്ന ഭഗവതി. ഇങ്ങനെ 2 രീതിയിലും ഈ നാമത്തെ ഗ്രഹിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഭഗവതിയാണ് ഭഗവത്ഗീത. അംബ, അല്ലയോ അമ്മേ, അഷ്ടാദശാധ്യായിനീം, 18 അധ്യായങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഭഗവത്ഗീത. ത്വാം അനുസന്ധധാമി, അല്ലയോ അമ്മേ, അല്ലയോ ഭഗവത്ഗീതയെ, ഞാൻ അമ്മയെക്കുറിച്ച് ചിന്തിക്കാൻ പോവുകയാണ്, ധ്യാനിക്കാൻ പോവുകയാണ്, പഠിക്കാൻ പോവുകയാണ്. ഒരു അനുവാദം വാങ്ങലാണ് വാസ്തവത്തിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്. യാതൊരു വിഘ്നവും കൂടാതെ അമ്മയുടെ ഉപദേശത്തിൻ്റെ സാരത്തെ നന്നായി ഗ്രഹിക്കാൻ എനിക്ക് സാധിക്കട്ടെ എന്നൊരു പ്രാർത്ഥനയാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. ഭവദ്വേഷിണീം, ഭവത്തെ ഇല്ലാതെയാക്കുന്നവൾ. ഭവം എന്നാൽ സംസാരം, ജനന മരണ ചക്രം. അദ്വൈതമാകുന്ന അമൃതം പ്രദാനം ചെയ്യുന്നത് കൊണ്ട് ഭവത്തെ ഭഗവതി ഇല്ലാതെയാക്കുന്നു. അതുകൊണ്ട് ഭവദ്വേഷിണിയാണ്, ഭവത്തെ നശിപ്പിക്കുന്നവളാണ്. ഇവിടെ ഭഗവത്ഗീത എന്ന പദത്തിന് ഭഗകൾ ഉള്ളവൾ എന്നുകൊണ്ട് ഭഗവത്ഗീത, ഭഗവാൻ ഉപദേശിച്ചത് കൊണ്ട് ഭഗവത്ഗീത, വിഷയവും ഭഗവാൻ തന്നെ ആയതുകൊണ്ട് ഭഗവത്ഗീത. ഇങ്ങനെ പല രീതിയിൽ ഭഗവത്ഗീത എന്നീ ഗ്രന്ഥത്തെ വിളിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഭഗവത്ഗീതയുടെ അനുഗ്രഹം വാങ്ങുകയാണ്, അനുവാദം വാങ്ങുകയാണ് അനുസന്ധാനം തുടങ്ങാൻ വേണ്ടി ഈ ശ്ലോകത്തെ. ഇതിൽ ഭഗവത്ഗീതയുടെ നല്ല ഒരു രൂപം നമ്മുടെ മനസ്സിൽ ഈ കവി വരച്ചിടുന്നു. ഇത് ഭഗവാൻ കൃഷ്ണനാണ് ഉപദേശിച്ചത്. പാർത്ഥന് വേണ്ടിയാണ്, അതായത് അർജുനന് വേണ്ടിയാണ് ഇത് ഉപദേശിക്കപ്പെട്ടത്. ആ ഉപദേശത്തെ രേഖപ്പെടുത്തിയത് വേദവ്യാസരാണ്. അദ്ദേഹത്തിൻ്റെ മഹാഭാരതം എന്ന മഹാഗ്രന്ഥത്തിൻ്റെ ഉള്ളിലാണ് അത് അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. 18 അധ്യായങ്ങൾ ഇതിലുണ്ട്. ഈ 18 അധ്യായങ്ങളെ ഗ്രഹിച്ചാൽ അമൃതത്വം ലഭിക്കും. അതോടുകൂടി സംസാരത്തിൽ നിന്നും ശാശ്വതമായ മോചനം ലഭിക്കും. ഇങ്ങനെ ഭഗവത്ഗീതയുടെ മഹത്വത്തെ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു. തുടർന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, നമോസ്തുതേ വ്യാസ വിശാല ബുദ്ധേ ഫുല്ലാരവിന്ദായത പത്രനേത്ര യേന ത്വയാ ഭാരത തൈലപൂർണ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപ. ഈ ദിവ്യമായ ഗ്രന്ഥം നമുക്ക് ലഭിക്കാൻ കാരണം വേദവ്യാസരിത് രേഖപ്പെടുത്തി വെച്ചതുകൊണ്ട് മാത്രമാണ്. ഭഗവാന്റെ ഉപദേശം ആ യുദ്ധക്കളത്തിലാണ് നടന്നത്. ആ ഉപദേശം വളരെ ദിവ്യമാണെന്ന് മനസ്സിലാക്കി അത് വ്യക്തമായി വ്യാസരെ രേഖപ്പെടുത്തി വെച്ചതുകൊണ്ടാണ് നമുക്ക് ഓരോരുത്തർക്കും അത് പഠിക്കാനും ശ്രവിക്കാനുമുള്ള ഭാഗ്യം സിദ്ധിച്ചത്. അപ്പോൾ ഗുരുസ്ഥാനീയനായ ആ വ്യാസരെ നമിക്കുകയാണ് ഈ ശ്ലോകത്തിൽ. അദ്ദേഹത്തെ വിളിക്കുന്നു വിശാല ബുദ്ധേ. നമ്മുടെ ബുദ്ധിയൊക്കെ വളരെ സങ്കുചിതമാണ്, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഗ്രഹിക്കാനുള്ള ശേഷിയെ ആ ബുദ്ധിക്കുള്ളൂ. എന്നാൽ വ്യാസരുടേത് വിശാല ബുദ്ധിയാണ്. സച്ചിദാനന്ദമായ പരബ്രഹ്മത്തെ പരിപൂർണമായി ഉൾക്കൊള്ളാനുള്ള വ്യാപ്തി അദ്ദേഹത്തിൻ്റെ ബുദ്ധിക്കുണ്ട്. അങ്ങനെയുള്ള വിശാല ബുദ്ധിയുള്ള വ്യാസരെ നമോസ്തുതേ, ഞാൻ നമിക്കുന്നു എന്നാണ് പറയുന്നത്. ഫുല്ലാരവിന്ദായത പത്രനേത്ര, വിരിഞ്ഞ താമരയുടെ നീണ്ട ഇതളുപോലത്തെ കണ്ണുകളുള്ളവൻ. ഒരു യോഗിയുടെ കണ്ണാണിത് വാസ്തവത്തിൽ. ഉള്ളു വളരെയധികം ശാന്തമാണ്. അത് വ്യക്തമാക്കാനാണ് ഈ രീതിയിൽ കവി കണ്ണുകളെ വർണ്ണിക്കുന്നത്. അപ്പൊ യോഗാവസ്ഥ സിദ്ധിച്ചവനാണ് വ്യാസർ. ഉള്ളു വളരെ ശാന്തമാണ്, സത്യത്തെ ദർശിച്ചവനാണ്. അതുകൊണ്ട് വിരിഞ്ഞ താമരയുടെ നീണ്ട ഇതളുപോലത്തെ കണ്ണുകളുള്ളവൻ. വ്യാസര് വിഷ്ണുവിൻ്റെ തന്നെ സ്വരൂപമാണ്. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ എന്നാണ്. അപ്പോൾ വിഷ്ണുവിനെ പോലത്തെ കണ്ണുള്ളവൻ എന്ന അർത്ഥത്തിലും ഇവിടെ നീണ്ട കണ്ണുള്ളവൻ എന്ന് പറയപ്പെട്ടിരിക്കുന്നു. യേനത്വയാ ഭാരത തൈലപൂർണ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപ. എണ്ണ നിറഞ്ഞിട്ടുള്ള ഒരു വിളക്കായിട്ട് മഹാഭാരതത്തെ ഉപമിക്കുകയാണ്. എണ്ണ നിറഞ്ഞിരിക്കുന്ന ഒരു വിളക്കാണ്. അതെന്തിനാണ് വ്യാസർ ഉപയോഗിച്ചിട്ടുള്ളത്? ജ്ഞാനമാകുന്ന ദീപത്തെ തെളിയിക്കാൻ വേണ്ടിയാണ്. ലോകത്തിന് ജ്ഞാനത്തിൻ്റെ പ്രകാശം പ്രദാനം ചെയ്യാൻ വേണ്ടിയാണ് വ്യാസര് മഹാഭാരതം രചിച്ചത് എന്നിവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള വിശാല ബുദ്ധിയായ ആ വ്യാസരെ ഞാൻ നമിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. തുടർന്ന് പറയുന്നു,
പ്രപന്ന പാരിജാതായ തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. പ്രപന്ന പാരിജാതായ. പാരിജാതം എന്നാൽ കൽപ്പവൃക്ഷമാണ്, സ്വർഗത്തിലെ ഒരു വൃക്ഷമാണത്. നമ്മൾ എന്ത് ആഗ്രഹം വെച്ച് ആ വൃക്ഷത്തിന്റെ അടുത്ത് ചെന്നാലും ആ ആഗ്രഹം നടത്തിത്തരും. അപ്പൊ പ്രപന്ന, അതായത് ഭഗവാനെ ശരണം പ്രാപിച്ചവർക്ക് ഭഗവാൻ ഒരു പാരിജാത വൃക്ഷത്തെ പോലെയാണ്. തന്നെ ശരണം പ്രാപിച്ചവരുടെ എല്ലാ ആഗ്രഹങ്ങളും നടത്തി കൊടുക്കുന്നവനാണ്. അങ്ങനെയുള്ള ഭഗവാനാണ് കൃഷ്ണൻ എന്നിവിടെ പറയുന്നു. തോത്രവേത്രൈക പാണയെ. തോത്രവേത്രം, ചമ്മട്ടിയാണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത്. അപ്പോൾ ആ സാരഥി, പാർത്ഥസാരഥിയുടെ ഭാവത്തിലാണ് ഭഗവാനെ ഇവിടെ ധ്യാനിക്കുന്നത്. ആദ്യം ഭഗവാന്റെ ഉപദേശത്തെ രേഖപ്പെടുത്തിയിട്ടുള്ള വ്യാസരെ ധ്യാനിച്ചു. ഇവിടെ അത് കഴിഞ്ഞിട്ട് ആ ഉപദേശത്തെ ലോകത്തിന് പ്രദാനം ചെയ്ത ആ സാക്ഷാത് നാരായണനെ തന്നെ ധ്യാനിക്കുകയാണ്. അപ്പോൾ ആ പാർത്ഥന്റെ രഥത്തിൽ കുതിരയുടെ കടിഞ്ഞാന് പിടിച്ച് കയ്യിൽ ചമ്മട്ടി പിടിച്ച് നിൽക്കുന്ന ഭഗവാന്റെ രൂപത്തെയാണ് ഇവിടെ ധ്യാനിക്കുന്നത്. അതുകൊണ്ട് ചമ്മട്ടി കയ്യിൽ പിടിച്ച് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് പറയുന്നു ജ്ഞാനമുദ്രായ. മഹാജ്ഞാനിയാണ് എന്നൊരർത്ഥം എടുക്കാം. ജ്ഞാനം തന്നെ സ്വരൂപമായിരിക്കുന്നവൻ, അതുകൊണ്ട് ജ്ഞാനമുദ്ര. ജ്ഞാനത്തിലൂടെ മാത്രം ഗ്രഹിക്കാൻ സാധിക്കുന്നവൻ, അതുകൊണ്ട് ജ്ഞാനമുദ്രായ. അതുപോലെ ജ്ഞാനമുദ്രയെ പ്രദർശിപ്പിക്കുന്നവൻ. ചിന്മുദ്രയാണ് ജ്ഞാനമുദ്ര. ഈ ഒരു അയ്യപ്പനൊക്കെ കയ്യിൽ ധരിച്ചിട്ടുള്ള മുദ്രയാണ്. ഇവിടെ ഈ 3 വിരലുകൾ 3 ശരീരങ്ങളെ സൂചിപ്പിക്കുന്നു. സ്ഥൂലം, സൂക്ഷ്മം, കാരണം. ഈ 3നോടും ചേർന്ന് നിൽക്കുന്നതാണ് ആത്മാവ്. അതാണ് ചൂണ്ടുവിരൽ. ആ ആത്മാവ് അതിൽ നിന്നും വിട്ട് പരമാത്മാവാണ് തല്ലവിരൽ. ആ തല്ലവിരലിലേക്ക് ചേരണം, പരമാത്മാവിൽ ലയിക്കണം. ഈ 3 ശരീരത്തോടുമുള്ള താതാത്മ്യത്തെ ഉപേക്ഷിച്ച് പരമാത്മജ്ഞാനം സിദ്ധിക്കണം എന്ന ഉപദേശം നൽകുന്ന മുദ്രയാണ് ചിന്മുദ്ര. ആ ജ്ഞാനമുദ്രയെ ഭഗവാൻ പ്രദർശിപ്പിക്കുന്നത് കൊണ്ടും ഇവിടെ ജ്ഞാനമുദ്രായ എന്ന് പറയുന്നു. കൃഷ്ണായ. ഭഗവാൻ കൃഷ്ണനായിക്കൊണ്ട്. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ആകർഷിക്കുന്നവൻ. ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ മറ്റൊരു വിചാരവും ഉണ്ടാവില്ല. അങ്ങനെ ഭഗവത് വിചാരത്തിൽ മുഴുകും. അങ്ങനത്തെ ഒരു ഭാവമാണ് ഭഗവാനുള്ളത്. ഗീതാമൃതദുഹേ നമഃ. ഗീതയാകുന്ന അമൃതത്തെ കറന്നെടുത്തവനായ ആ ഗോപാലനായിക്കൊണ്ട് നമസ്കാരം. ഈ ഗീതാമൃതം കറന്നതിനെ കുറിച്ച് തുടർന്നൊരു ശ്ലോകത്തിൽ വരുന്നുണ്ട്. അവിടെ നമുക്ക് കൂടുതൽ വിചിന്തനം ചെയ്യാം. അപ്പോൾ ആ ഗീതാമൃതത്തെ കറന്നവനായ ഭഗവാന് നമസ്കാരം എന്നാണ് ഇവിടെ. അപ്പോൾ ആദ്യം ഭഗവത്ഗീതയെ ഒന്ന് നമസ്കരിച്ചു. അത് കഴിഞ്ഞ് അത് രചിച്ച വേദവ്യാസരെ നമസ്കരിച്ചു. ആ ഉപദേശത്തെ ആദ്യം പ്രദാനം ചെയ്ത ഭഗവാനെയും ഇപ്പോൾ ഇവിടെ നമസ്കരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും നമ്മൾ വാങ്ങിയിരിക്കുന്നു. അത് കഴിഞ്ഞ് പറയുന്നു, ഭഗവാന്റെ കറവക്കാരന്റെ സ്വരൂപത്തെയാണ് ഇന്നിവിടെ നോക്കുന്നത്. സർവോപനിഷദോ ഗാവോ ദോഗ്ധ ഗോപാലനന്ദന പാർത്ഥോ വത്സ സുധീർ ഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. ഗീത അമൃതമാണ്. ഇത് തുടക്കത്തിൽ തന്നെ പറഞ്ഞു. അദ്വൈതമാകുന്ന അമൃതത്തെ വർഷിക്കുന്നവളാണ് ഗീത. അപ്പൊ ഗീതയെ ഇവിടെ അമൃതത്തോട് ഉപമിച്ചിരിക്കുകയാണ്. ആ അമൃതം എവിടെ നിന്നാണ് കറന്നെടുത്തത്? സർവോപനിഷദോ ഗാവോ. ആ ഗോമാതാവ് സർവ ഉപനിഷത്തുകളുമാണ്, ശ്രുതിയുടെ സ്വരൂപമാണ്. അതായത് വേദത്തിന്റെ സാരമാണ് വേദാന്തം. ആ വേദാന്തത്തെ തന്നെ ഒരു പശുവായിട്ട് സങ്കല്പിച്ചിരിക്കുകയാണ്. ആ വേദാന്തത്തിന്റെ സാരമാണ് അമൃതം. ആ അമൃതമാണ് ഗീത. അപ്പൊ ഇവിടെ പശു, ഗോമാതാവായിട്ട് എല്ലാ ഉപനിഷത്തുകളെയും സങ്കല്പിച്ചിരിക്കുന്നു, വേദാന്തത്തെ സങ്കല്പിച്ചിരിക്കുന്നു. ദോഗ്ധ ഗോപാലനന്ദന. ഗോപാലന്റെ മകനാണ് ഇവിടെ കറവക്കാരൻ. സാക്ഷാത് കൃഷ്ണൻ, നാരായണൻ തന്നെയാണ് ഈ അമൃതത്തെ കറക്കുന്നത്. അദ്ദേഹമാണല്ലോ ഇത് ലോകത്തിന് പ്രദാനം ചെയ്യുന്നത്. പാർത്ഥോ വത്സ. പാർത്ഥനാണ് പശുക്കുട്ടി, കിടാവ് പാർത്ഥനാണ്. ഗോമാതാവ് പാല് നന്നായി ചുരന്ന് നൽകുന്നത് കുട്ടിയുടെ ആ കരച്ചിൽ കേൾക്കുമ്പോഴാണ്. കുട്ടി വന്ന് ആ ഗിട്ടിൽ ഇങ്ങനെ മുട്ടണ സമയത്താണ് ആ വാത്സല്യം ഇങ്ങനെ പാലിന്റെ രൂപത്തിലേക്ക് പ്രവഹിക്കുന്നത്. അപ്പൊ നന്നായി പാല് കറക്കണമെങ്കിൽ ആ കുട്ടി അടുത്തുണ്ടാവണം. കുട്ടിയുടെ ആ ഒരു ശബ്ദം ആമ കേൾക്കണം. അപ്പൊ അതുകൊണ്ട് ഇവിടെ കുട്ടിയായിട്ട് അർജുനനെയാണ് ഭഗവാൻ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അർജുനം നിമിത്തീകൃത്യ ലോകസംഗ്രഹാർത്ഥം എന്ന് ആചാര്യസ്വാമികൾ തന്റെ ഭാഷ്യത്തിൽ പറയുന്നത്. അർജുനനെ ഒരു നിമിത്തമാക്കി ലോകത്തിനെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് ഈ കറവ നടത്തുന്നത് ഭഗവാൻ. അപ്പൊ അർജുനനാണ് വത്സം. അത് കഴിഞ്ഞ് പറഞ്ഞു സുധീർ ഭോക്ത. അപ്പൊ ഇത് അനുഭവിക്കുന്നത് ആരാ? പാല് കറന്നെടുത്താൽ ഇത് ആരാണ് അനുഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ സുധീ, നല്ല ബുദ്ധിയുള്ളവൻ. ലോകത്തിൽ പലതും ഗ്രഹിക്കാം,
അപ്പോൾ വേണ്ടാത്തതൊക്കെ ഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാണ് സാധാരണ. എന്നാൽ വേണ്ടത് അദ്വൈതമാകുന്ന ജ്ഞാനമാണെന്ന് മനസ്സിലാക്കി ഭഗവത്ഗീതയെ സമീപിക്കണമെങ്കിൽ നല്ല ബുദ്ധി ഉണ്ടാവണം. അങ്ങനത്തെ നല്ല ബുദ്ധിയുള്ള, തെളിഞ്ഞ ബുദ്ധിയുള്ള ഒരു വ്യക്തിയാണ് ഇതിൻ്റെ ഭോക്താവ്. അപ്പോൾ ഗീത പഠിക്കാൻ ശ്രമിക്കുന്നവർ നല്ല ബുദ്ധിയുള്ളവർ ആയിരിക്കണം എന്ന ഒരു ഉപദേശവും ഇവിടെ നൽകിയിട്ടുണ്ട്. ദുഗ്ധം ഗീതാമൃതം മഹത്, മഹത്തായ ആ ഗീതയാകുന്ന അമൃതത്തെ അങ്ങനെ ഭഗവാൻ കറന്നു. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് ഇത് കറന്നിട്ടുള്ളത്. അപ്പോൾ ഇത് പഠിക്കണമെന്ന ആ ബുദ്ധിയെ വളർത്താൻ നമ്മൾ ശ്രമിച്ച് സുധിയായി കഴിഞ്ഞ്, നല്ല ബുദ്ധിയുള്ളവരായി കഴിഞ്ഞ് ഗീതയെ സമീപിക്കണം എന്നിവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ജഗദ്ഗുരുവാണ്. ജഗത്തിന് ബാധിച്ചിട്ടുള്ള അന്ധകാരത്തെ ഇല്ലാതെയാക്കി ജ്ഞാനമാകുന്ന പ്രകാശത്തെ പ്രദാനം ചെയ്യാൻ വേണ്ടി അവതരിച്ച ദിവ്യമൂർത്തിയാണ് ഭഗവാൻ കൃഷ്ണൻ. ആ കൃഷ്ണനെ നമിക്കുകയാണ്, വന്ദിക്കുകയാണ് ഇവിടെ. വസുദേവസുതം, വസുദേവന്റെ മകനാണ്. വസുദേവന്റെ മകനായിട്ടാണ് അദ്ദേഹം അവതരിച്ചത്. അതുകൊണ്ട് വാസുദേവൻ എന്ന അദ്ദേഹത്തിന് പേര് കിട്ടി. ദേവം, പ്രകാശിക്കുന്നവനാണ്. കംസ ചാണൂരമർദ്ദനം, കംസൻ ചാണൂരൻ തുടങ്ങിയവരെ വധിച്ചവനാണ്. അതായത് ധർമ്മത്തെ നിലനിർത്താനുള്ള വ്രതത്തോടുകൂടി വന്നവനാണ് എന്ന് സൂചിപ്പിക്കുന്നു. ദേവകീ പരമാനന്ദം, ദേവകിക്ക് മകനായി വന്ന് പരമാനന്ദത്തെ പ്രദാനം ചെയ്തവനാണ്. അങ്ങനെയുള്ള കൃഷ്ണനെ, ആ ജഗദ്ഗുരുവായ കൃഷ്ണനെ, ജഗത്തിന് ജ്ഞാനം പ്രദാനം ചെയ്യാനായി വന്ന ആ കൃഷ്ണനെ അഹം വന്ദേ, ഞാൻ വന്ദിക്കുന്നു എന്നിവിടെ പ്രാർത്ഥിക്കുന്നു. അടുത്തത് 6ാമത്തെ ശ്ലോകമാണ്. ഭീഷ്മദ്രോണതടാ ജയദ്രഥജല ഗാന്ധാര നീലോപല ശല്യഗ്രാഹവതി കൃപേന വഹനി കർണേന വേലാകുല അശ്വത്ഥാമ വികർണ ഘോരമകര ദുര്യോധനാവർത്തിനി സോത്തീർണ ഖലു പാണ്ഡവൈരണനദി കൈവർത്തക കേശവ. മഹാഭാരതമാകുന്ന യുദ്ധഭൂമിയെ ഒരു നദിയോട് ഉപമിച്ചിരിക്കുകയാണ്. രണനദീ സങ്കല്പമാണ് ഇവിടെ. ഒരു വലിയ നദിയാണ് മഹാഭാരത യുദ്ധകൾ. വലിയ നദിയാണ്. ഒരു കര നിന്ന മറ്റേ കര കാണില്ല, അത്രയും വലിയ നദിയായിട്ടാണ് ഇവിടെ സങ്കല്പിക്കുന്നത്. അങ്ങനത്തെ നദിയെ നിർത്താൻ രണ്ട് ഭാഗത്തും 2 തടമുണ്ട്. ആ 2 തടങ്ങളെയാണ് ഇവിടെ പറയുന്നത് ഭീഷ്മരും ദ്രോണരുമാണ്. മഹാഭാരതമാകുന്ന യുദ്ധത്തിൻ്റെ ആ പുഴയിൽ 2 കരകളായിട്ട് നിൽക്കുകയാണ്. ആ നദിയേക്ക് ഒരു ഒഴുക്ക് കൊടുക്കാൻ 2 കരകളായി നിൽക്കുകയാണ് ഭീഷ്മരും ദ്രോണരും. ജയദ്രഥജല, ആ നദിയിലെ ജലം ജയദ്രഥനാണ്. ഗാന്ധാര നീലോപല, ശകുനിയാണ് അതിലെ. നീലോപലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീല നിറത്തിലുള്ള പാറക്കല്ല് എന്നാണ് അർത്ഥം. ചില സ്ഥലത്ത് ഇവിടെ നീലോത്പല എന്ന പാഠഭേദം കാണുന്നുണ്ട്. നീലോത്പലം എന്ന് പറഞ്ഞാൽ നീലത്താമര. ശകുനിയെ ഒരിക്കലും നീലത്താമരയോട് ഉപമിക്കേണ്ട ആവശ്യമില്ല, അതിനുള്ള യോഗ്യത അദ്ദേഹത്തിനില്ല. അതുകൊണ്ട് ഉപലം എന്ന് തന്നെയാണ്, നീലോപല എന്നത് തന്നെയാണ് കൂടുതൽ ശ്രേഷ്ഠം. നീലോപലം എന്ന് പറഞ്ഞാൽ നീല നിറത്തിലുള്ള പാറക്കല്ല്. അതെന്താ നീല നിറം എന്ന് വിശേഷിച്ച് പറയുന്നത്? ജലത്തിന്റെ നിറമാണ് ആ പാറക്കല്ലിന്. അതുകൊണ്ട് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല. അങ്ങനെ കപട സ്വഭാവമാണ് ശകുനിക്കുള്ളത്. അതുകൊണ്ടാണ് ഗാന്ധാര നീലോപല എന്ന് പറയുന്നത്. അപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് ജലമാണെന്ന് കരുതി ആ ഭാഗത്തേക്ക് തോണി കൊണ്ടുപോയാൽ അത് തട്ടിപ്പൊടിഞ്ഞു പോകും. അങ്ങനത്തെ കപട ബുദ്ധിയോടുകൂടി യുദ്ധത്തിൽ പ്രവർത്തിക്കുന്നവനാണ് ശകുനി. അതുകൊണ്ട് ഗാന്ധാര നീലോപല. ശല്യഗ്രാഹവതി, ശല്യര് മുതലയാണ്. അടിയിൽ നിന്ന് വന്ന് പെട്ടെന്ന് പിടിച്ചു കൊണ്ടുപോകുന്ന മുതലയാണ് ശല്യര്. കൃപേന വഹനി, കൃപാചാര്യര്. വഹനി എന്ന ശബ്ദത്തിന് ഒഴുക്ക് എന്ന അർത്ഥമെടുത്താൽ കൃപാചാര്യരാണ് ഈ നദിയുടെ ഒഴുക്ക്. അടിയൊഴുക്കുണ്ടല്ലോ, അത് കൃപാചാര്യരാണ്. വഹനി എന്ന ശബ്ദത്തിന് തോണി എന്ന അർത്ഥമെടുത്താൽ ഭഗവാന്റെ കൃപയാകുന്നതാണ് തോണി എന്നർത്ഥം ഇവിടെ വരും. കാരണം ഭഗവാനെ കൈവർത്തകനായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ വ്യാഖ്യാനിക്കുമ്പോൾ ഇവിടെ ഭഗവാന്റെ കൃപ തന്നെയാണ് തോണി എന്നർത്ഥം നമുക്ക് എടുക്കാം. അതല്ലെങ്കിൽ കൃപാചാര്യരാകുന്ന ഒഴുക്കോട് കൂടിയ നദിയാണ്. കർണേന വേലാകുല, കർണൻ വേലിയേറ്റമാണ്. വെള്ളം വളരെ താഴ്ന്നിരിക്കുകയാണ്, കടക്കാൻ എളുപ്പത്തിൽ എന്ന് വിചാരിക്കുമ്പോൾ പെട്ടെന്ന് പൊന്തി വരും. അങ്ങനത്തെ വേലിയേറ്റമാണ് കർണൻ. അശ്വത്ഥാമ വികർണ ഘോരമകര, അശ്വത്ഥാമാവും വികർണനും ഘോരമായ മകരമത്സ്യങ്ങളാണ്. ദുര്യോധനാവർത്തിനി, ദുര്യോധനനാണ് ഈ നദിയിൽ കാണപ്പെടുന്ന ചുഴി. പിടിച്ചു വലിക്കും നമ്മുടെ ഉള്ളിലേക്ക്, അങ്ങനത്തെ ചുഴിയാണ് ദുര്യോധനൻ. സോത്തീർണ ഖലു പാണ്ഡവൈ രണനദി കൈവർത്തക കേശവ. ഈ രണനദിയിൽ അകപ്പെട്ട പാണ്ഡവരെ
കടത്തിവിട്ട തോണിക്കാരനാണ് ഭഗവാൻ എന്നാണ് ഇവിടെ. കേശവനാണ് അവരുടെ തോണിക്കാരൻ. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞത് കൃപേന വഹനി എന്നത് ഭഗവാന്റെ കൃപയാകുന്ന തോണിയിൽ കയറ്റി ഈ പാണ്ഡവരെ ഈ നദിയിൽ നിന്നും മറുകരയ്ക്ക് എത്തിച്ചു, നദിയിൽ നിന്നും രക്ഷിച്ചു ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാന് നമസ്കാരം. ഇങ്ങനെ രണനദി രൂപത്തിൽ മഹാഭാരത യുദ്ധക്കളത്തെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ അത്രയും ഭീഷണമായ അന്തരീക്ഷത്തിലാണ് ഭഗവത്ഗീത ഉപദേശിക്കപ്പെട്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ജീവിതം വളരെയധികം ക്ലേശങ്ങളുള്ള ഒരു അനുഭവമാണ്. ആ ജീവിതം ജീവിക്കുന്ന ഓരോരുത്തർക്കും ഈ ഉപദേശം പ്രയോജനപ്പെടും. കാരണം യുദ്ധഭൂമിയിലാണ് ഭഗവത്ഗീത ഉപദേശിക്കപ്പെട്ടത് എന്നിവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് തുടർന്നുള്ള ശ്ലോകത്തിൽ പറയുന്നു, പാരാശര്യ വചസ്സരോജമമലം ഗീതാർത്ഥ ഗന്ധോത്കടം നാനാഖ്യാനക കേസരം ഹരികഥാ സംബോധനാബോധിതം ലോകേ സജ്ജന ഷഡ്പദൈരഹരഃ പേപീയമാനം മുദാ ഭൂയാത് ഭാരത പങ്കജം കലിമല പ്രധ്വംസിന ശ്രേയസേ. മഹാഭാരതമാകുന്നതിനെ, ആ ഗ്രന്ഥത്തെ ഒരു താമരയായിട്ട് ഉപമിച്ചിരിക്കുകയാണ് ഇവിടെ. പാരാശര്യ വചസ്സരോജം അമലം. അമലം പരിശുദ്ധമായ താമരയാണത്. എവിടെയാണ് ഈ താമര വിരിഞ്ഞിരിക്കുന്നത്? വ്യാസരുടെ വചസ്സിലാണ്. വ്യാസരാണല്ലോ മഹാഭാരതം രചിച്ചിട്ടുള്ളത്. അപ്പൊ ആ മഹാഭാരതമാകുന്ന ഇതിൽ വിരിഞ്ഞിട്ടുള്ള ഒരു താമരയാണ്, വ്യാസരുടെ വാക്കിൽ വിരിഞ്ഞിട്ടുള്ള ഒരു താമരയുണ്ട്. ആ താമരയാണ് മഹാഭാരതം. ആ താമരയിൽ ഗീതാർത്ഥ ഗന്ധോത്കടം. ആ താമരയ്ക്ക് നല്ല സുഗന്ധമുണ്ട്. ആ സുഗന്ധം ഗീതാർത്ഥമാണ്, ഭഗവത്ഗീതയുടെ അർത്ഥമാകുന്നത്, ഭഗവത്ഗീതയുടെ സാരമാകുന്ന സുഗന്ധമാണ് ആ താമരയ്ക്ക് ചുറ്റും ഇങ്ങനെ പരന്നു കിടക്കുന്നത്. നാനാഖ്യാനക കേസരം. ആ താമരയുടെ നടുവിൽ അതിൻ്റെ കേസരങ്ങളായിട്ട് നിൽക്കുന്നത് ഒരുപാട് കഥകളാണ്. ഇപ്പൊ ഭാരതമാകുന്ന താമരയിൽ ഒരുപാട് കഥകളാകുന്ന കേസരങ്ങളുണ്ട്. ഹരികഥാ സംബോധനാ ബോധിതം. ഈ താമര വിരിഞ്ഞത് ഹരികഥയുടെ രഹസ്യം ഗ്രഹിക്കുമ്പോഴാണ്. അതായത് എല്ലാവർക്കും ഈ താമര പ്രാപ്യമല്ല. താമര അങ്ങനെ കാണാം, പക്ഷെ അത് വിരിയണമെങ്കിൽ ഹരികഥയുടെ രഹസ്യം ഗ്രഹിക്കണം. സൂര്യൻ ഉദിക്കുന്ന സമയത്ത് താമര വിരിയുന്ന പോലെ ഹരികഥയുടെ ജ്ഞാനം സിദ്ധിച്ചാൽ മാത്രമേ, ഹരികഥ എന്ന് പറയുമ്പോൾ ഭഗവത് സംബന്ധമായ ജ്ഞാനം എന്ന് തന്നെയാണ്. അപ്പോൾ ഭഗവത് സംബന്ധമായ ജ്ഞാനം ഉണ്ടായവർക്ക് മാത്രമേ ഈ താമര വിരിയിക്കാൻ സാധിക്കുള്ളൂ. അവരുടെ മുമ്പിൽ മാത്രമേ ഈ താമര ഇതല വിടർത്തി നിൽക്കുകയുള്ളൂ എന്നിവിടെ സൂചിപ്പിക്കുന്നു. ലോകേ സജ്ജന ഷഡ്പദൈ അഹരഹ പേപീയമാനം മുദാ. സജ്ജനങ്ങളാകുന്ന വണ്ടുകൾ, ഈ താമരയുടെ സത്ത, ആ അമൃതം, ആ മധു നുകരാനായിട്ട് സജ്ജനങ്ങളാകുന്ന വണ്ടുകൾ വരുന്നു. അപ്പൊ അവര് വരണമെങ്കിൽ താമര വിരിയണം. അതിനാണ് ഇവിടെ ഹരികഥാ സംബോധനാ ബോധിതം എന്ന് പറഞ്ഞത്. അപ്പൊ ഹരിയുടെ തത്വത്തെ ഗ്രഹിച്ചുകൊണ്ട് ആ ഗ്രഹണശേഷി ഉള്ളവർക്ക് മുമ്പിലാണ് ഈ താമര വിരിയുന്നത്. അല്ലാത്തവർക്ക് ഇതിന്റെ കഥ മാത്രമേ ഗ്രഹിക്കാൻ സാധിക്കുള്ളൂ, ഇതിന്റെ സാരം ഗ്രഹിക്കാൻ സാധിക്കില്ല. അപ്പൊ ഇതിന്റെ സാരം ഗ്രഹിക്കണമെങ്കിൽ ഹരിയുടെ തത്വത്തെ ഗ്രഹിക്കണമെന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള സജ്ജനങ്ങൾ, ആ തത്വം ഗ്രഹിച്ചിട്ടുള്ള സജ്ജനങ്ങൾക്ക് മുമ്പിൽ ഇത് വിരിഞ്ഞു നിൽക്കുമ്പോൾ അതിൽ നിന്നും അമൃതത്തെ, ആ തേനിനെ അവർ ആസ്വദിക്കുന്നു, സന്തോഷത്തോടു കൂടി ആസ്വദിക്കുന്നു എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. ഭൂയാത് ഭാരത പങ്കജം കലിമല പ്രധ്വംസിന ശ്രേയസേ. ഈ ഭാരതമാകുന്ന പങ്കജം, മഹാഭാരതമാകുന്ന ഈ താമര ഞങ്ങൾക്ക് ശ്രേയസ്സിനെ പ്രദാനം ചെയ്യട്ടെ. കലിമല ദോഷങ്ങൾ, കലിയുഗത്തിൽ ഒരുപാട് ദോഷങ്ങളുണ്ട്. ആ ദോഷങ്ങളെ എല്ലാം ഇല്ലാതെയാക്കി ഞങ്ങൾക്ക് ശ്രേയസ്സിനെ, ഭാരതമെന്ന ഈ താമര പ്രദാനം ചെയ്യട്ടെ എന്നിവിടെ പ്രാർത്ഥിക്കുകയാണ്. 8ാമത്തെ ശ്ലോകം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. വളരെ പ്രസിദ്ധമായ ശ്ലോകമാണിത്. മൂകനെ വാചാലനാക്കുന്നു. ഒന്നും മിണ്ടാൻ ശേഷിയില്ലാത്തവൻ വാചാലനായിത്തീരുന്നു. പങ്കും ലംഘയത്തെ ഗിരിം. മുടന്തൻ, നടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, അങ്ങനെയുള്ള ആളെ മല കടത്തി വിടുന്നു. അത് ആരുടെ കൃപയാലാണോ? യത് കൃപ തമഹം വന്ദേ. ആ കൃപ ആരുടെയാണോ അവനെ ഞാൻ വന്ദിക്കുന്നു. പരമാനന്ദ മാധവം. ആ പരമാനന്ദ സ്വരൂപനായ മാധവനെ ഞാൻ വന്ദിക്കുന്നു. കാരണം ഭഗവാന്റെ കൃപയുണ്ടായാൽ സംസാരിക്കാൻ പറ്റാത്തവൻ സംസാരിക്കുകയും നടക്കാൻ പറ്റാത്തവൻ മല കടന്നു പോവുകയും ചെയ്യും. അപ്പൊ ഭഗവത്ഗീത പോലത്തെ ഒരു ദിവ്യമായ ഗ്രന്ഥം ഗ്രഹിക്കണമെങ്കിൽ ഭഗവത് കൃപ കൂടിയേ തീരൂ. കാരണം ഇത് വലിയൊരു സാഹസമാണ്. ഒരു മല കടക്കുന്ന പോലത്തെ വലിയൊരു സാഹസം തന്നെയാണ് ഗീതയെ പൂർണ്ണമായി ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിന് ഭഗവാന്റെ കൃപയുണ്ടായിരിക്കണം. ആ കൃപയെ പ്രാർത്ഥിക്കുകയാണ്. മുഖനെ വാചാലനാക്കുന്ന, പങ്കുവിനെ മല കടത്തി വിടുന്ന ആ ദിവ്യകൃപയുള്ള മാധവനെ ഞാൻ നമിക്കുന്നു, വന്ദിക്കുന്നു എന്നിവിടെ പറയുന്നു.
9ാമത്തെ അവസാനത്തെ ശ്ലോകമാണ്. യം ബ്രഹ്മ വരുണേന്ദ്ര രുദ്രമരുത സ്തുൻവന്തി ദിവ്യൈസ്തവൈ വേദൈ സാംഗപദക്രമോപനിഷദൈ ഗായന്തി യം സാമഗാ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുസ്സുരാസുരഗണ ദേവായ തസ്മൈ നമഃ. അങ്ങനെയുള്ള ദേവന് നമസ്കാരം. എങ്ങനെയുള്ള ദേവന്? അതാണ് ഇവിടെ പറയുന്നത്. യം ബ്രഹ്മ വരുണേന്ദ്ര രുദ്ര മരുതഃ സ്തുൻവന്തി ദിവ്യൈ സ്തവൈ. ദിവ്യമായ സ്തോത്രങ്ങളാൽ ബ്രഹ്മാവ്, വരുണൻ, ഇന്ദ്രൻ, രുദ്രൻ, മരുത്തുക്കൾ തുടങ്ങിയ ദേവന്മാർ ആരെയാണോ സദാ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത്, വേദൈ സാംഗപദക്രമോപനിഷദൈർ ഗായന്തി യം സാമഗ. സാമഗായകര് വേദത്തെയും വേദാംഗങ്ങളെയും ഉപനിഷത്തുക്കളെയും എല്ലാം ഉൾപ്പെടുത്തി ആരെയാണോ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത്, ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ. യോഗികൾ ധ്യാനത്തിന്റെ പാരമ്യത്തിലെത്തി ആരെയാണോ ദർശിക്കുന്നത്, ആരുടെ സ്വരൂപത്തെയാണോ അവർ ഗ്രഹിക്കുന്നത്, അങ്ങനെയുള്ള യസ്യാന്തം ന വിദുസുരാസുരഗണ, സുരന്മാരും അസുരന്മാരും ആരുടെ അന്തത്തെ, അവസാനത്തെ ഗ്രഹിക്കുന്നില്ലയോ, അറിയാൻ സാധിക്കുന്നില്ല. ഭഗവാൻ അത്രയും വിശാലനാണ്, അനന്തനാണ്. അതുകൊണ്ട് ഭഗവാൻ എവിടെ നിന്ന് തുടങ്ങുന്നു എവിടെ നിന്ന് അവസാനിക്കുന്നു എന്ന് ആർക്കും അറിയില്ല. ദേവന്മാർക്കും അറിയില്ല, അസുരന്മാർക്കും അറിയില്ല. അങ്ങനെയുള്ള വിചിത്രമായ വൈഭവമുള്ള ആ ദേവായ, ആ ദേവനായിക്കൊണ്ട് തസ്മൈ നമഃ, നമസ്കാരം. ഭഗവാന്റെ മഹിമ വ്യക്തമാക്കുന്ന ശ്ലോകമാണിത്. നമ്മൾ ഈ ഭഗവാന്റെ ഉപദേശത്തെയാണ് ഭഗവത്ഗീതയിൽ ശ്രവിക്കുന്നത് എന്ന ബോധമുണ്ടാക്കാൻ വേണ്ടിയാണ് ഇതിവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് എല്ലാ ദേവഗണങ്ങളും ആരെ സ്തുതിക്കുന്നുവോ, ആരുടെ തത്വം ദേവന്മാർക്കും അസുരന്മാർക്കും പോലും ഗ്രഹിക്കാൻ സാധിക്കുന്നില്ലയോ, അങ്ങനത്തെ ആ മഹാസത്വം, ആ സച്ചിദാനന്ദ പരബ്രഹ്മം, അത് തന്നെയാണ് നാരായണൻ. ആ നാരായണനാണ് ഈ ഭഗവത്ഗീത നമുക്ക് നൽകിയിട്ടുള്ളത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അങ്ങനത്തെ ആ മഹിമയുള്ള ഭഗവാൻ പറഞ്ഞ കാര്യത്തിന് എത്ര മഹിമയുണ്ടാവും. അപ്പോൾ എത്ര ശ്രദ്ധയോടുകൂടി, എത്ര ആദരവോടുകൂടി, എത്ര സൂക്ഷിച്ചു വേണം ഈ ഗീതയെ നമ്മൾ സമീപിക്കാൻ, ഇതിലെ ഉപദേശങ്ങൾ എങ്ങനെ ഗ്രഹിക്കണം എന്ന് നമുക്ക് തന്നെ ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് ഈ ശ്ലോകം, ഈ അവസാന ശ്ലോകം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ ഈ 9 ശ്ലോകങ്ങളെ ജപിച്ച് ഇതിൻ്റെ അർത്ഥത്തെ ഗ്രഹിച്ച് ഭഗവത്ഗീതയുടെ മഹിമയെ നന്നായി മനസ്സിലാക്കി, ആ മഹിമ നമ്മുടെ മനസ്സിൽ ശ്രദ്ധയെ ഇങ്ങനെ നന്നായി വളർത്തി, ശ്രദ്ധ വളർത്താൻ വേണ്ടിയാണ് ഈ ധ്യാനം നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെ നല്ല ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ ഭഗവത്ഗീത എന്ന ദിവ്യഗ്രന്ഥത്തിലേക്ക് പ്രവേശിക്കാൻ. നല്ല ശ്രദ്ധയോടുകൂടി പ്രവേശിച്ചാൽ ഭഗവാന്റെ അനുഗ്രഹം തീർച്ചയായും ഉണ്ടാകും. ഭഗവത്ഗീത എന്ന മാതാവ് നമുക്ക് അദ്വൈതമാകുന്ന അമൃതത്തെ തീർച്ചയായും പ്രദാനം ചെയ്യും. അപ്പോൾ ഗീത പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ആ പഠനം ആരംഭിക്കുന്നതിന് മുമ്പ് ഈ ധ്യാന സ്തോത്രത്തെ ജപിച്ച്, അർത്ഥം മനസ്സിലാക്കി ജപിച്ച്, ഭഗവാന്റെ ഈ വൈഭവത്തെയും അദ്ദേഹത്തിൻ്റെ ഉപദേശത്തിൻ്റെ വൈഭവത്തെയും ഭഗവത്ഗീതയുടെ മഹിമയെയും എല്ലാം മനസ്സിലാക്കി, വ്യാസരെ സ്മരിച്ചുകൊണ്ട്, ഭഗവാനെ സ്മരിച്ചുകൊണ്ട്, ഗീതാമാതാവിൻ്റെ അനുഗ്രഹത്തോടു കൂടി വേണം ഇതിലേക്ക് പ്രവേശിക്കാൻ. അങ്ങനെ പ്രവേശിച്ച് ഗീതയുടെ സാരത്തെ ഗ്രഹിച്ച് ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും നമുക്ക് നേടാൻ സാധിക്കും. സർവൈശ്വര്യത്തോടു കൂടിയ വളരെ ശ്രേഷ്ഠമായ ഒരു ജീവിതം നമുക്ക് പടുത്തുയർത്താൻ സാധിക്കും. അതിനുള്ള ഭാഗ്യം ഭഗവാൻ മാധവൻ, ആ ശ്രീകൃഷ്ണ പരമാത്മാവ് നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യട്ടെ. ഹരി ഓം.